ഗുരുദേവായ നമഃ. കാരമുക്ക് ദീപപ്രതിഷ്ഠ ചിദംബര ക്ഷേത്രം 1920. തൃശ്ശൂരിലെ കണ്ടശ്ശാം കടവിനും കാഞ്ഞാണിക്കും മധ്യയാണ് കാരമുക്ക് എന്ന സ്ഥലത്തിൻ്റെ സ്ഥാനം. മെയ് മാസത്തിലാണ് കാരമുക്കിലെ ചില പൗരപ്രമാണിമാർ ഗുരുവിനെ സമീപിച്ച് അവർക്കൊരു ക്ഷേത്രം പണിയിച്ചു കൊടുക്കണമെന്ന് അപേക്ഷിച്ചത്. നിശ്ചയിച്ച ദിവസം തന്നെ ക്ഷേത്രപ്രതിഷ്ഠയ്ക്കായി ഗുരുദേവൻ കാരമുക്കിൽ എഴുന്നള്ളി ചിദംബരനാഥനെ പ്രതിഷ്ഠിക്കണമെന്നായിരുന്നു ഭാരവാഹികളുടെ ആഗ്രഹം. പ്രതിഷ്ഠയ്ക്കുള്ള സമയമെത്തിയപ്പോൾ ഒരു വിളക്ക് കൊണ്ടുവരുവാൻ ഗുരു കൽപ്പിച്ചു. വെളിച്ചമുണ്ടാകട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഗുരുദേവൻ വിളക്ക് കത്തിച്ചു. ഈ സംഭവം നടന്നത് 1920 മെയ് 15-നാണ്. ഗുരു അന്ന് പ്രകാശിപ്പിച്ച ദീപനാളം ഇന്നും കെട്ടുപോകാതെ ക്ഷേത്രഭാരവാഹികൾ സൂക്ഷിച്ചു പോരുന്നു. പറത്താട്ടിൽ തറവാട്ടുകാരും ചക്കാമടം വീട്ടുകാരുമാണ് പ്രാരംഭകാലത്ത് ക്ഷേത്ര നിർമ്മാണത്തിന് ആവശ്യമായ സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുത്തത്. കാരമുക്കിന് ചുറ്റുമുള്ള 7 കരക്കാർ ചേർന്നാണ് ക്ഷേത്രകാര്യങ്ങൾ നിർവഹിക്കുന്നത്. ഇവർ ഒരുമിച്ച് ചേർന്നാണ് ഉത്സവം നടത്തുന്നത്. 7 കരകളിൽ നിന്നും എഴുന്നള്ളത്ത് ക്ഷേത്രത്തിൽ എത്തിച്ചേരുമ്പോൾ കാരമുക്ക് ക്ഷേത്ര പരിസരം ജനസമുദ്രമായി തീരും. വാദ്യഘോഷങ്ങളുടെയും വർണ്ണപ്പൊലിമയുടെയും ഒരു മായാപ്രപഞ്ചമാണ് ഉത്സവ ദിവസം ഇവിടെ രൂപം കൊള്ളുന്നത്. നവാത്വാന നായകനായ ശ്രീനാരായണ ഗുരുദേവൻ മറ്റ് പ്രതിഷ്ഠകളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ദീപപ്രതിഷ്ഠ നടത്തിയതാണ് കാരമുക്ക് ശ്രീ ചിദംബര ക്ഷേത്രം. ഇത് പറത്താട്ടിക്കാരുടെ ഒരു കുടുംബ ക്ഷേത്രമായിരുന്നു. അതിൽ പ്രതിഷ്ഠ നടത്താൻ വേണ്ടിയാണ് ഗുരുദേവനെ ക്ഷണിച്ചത്. എന്നാൽ ഗുരുദേവൻ എല്ലാവർക്കും ഉപകാരപ്രദമാകാൻ വേണ്ടിയിട്ട് ആണ് ഇവിടെ ദീപം പ്രതിഷ്ഠിച്ചത്. അതിനുശേഷം ഇവർ ഈ ഭൂമി അമ്പലം ഇരിക്കുന്ന ഈ സ്ഥലം ഗുരുദേവൻ്റെ പേരിൽ എഴുതി കൊടുക്കുകയും ഇവിടെ ദീപം പ്രതിഷ്ഠിക്കാൻ തന്നെ മെയിൻ കാരണം കാരമുക്ക് പറഞ്ഞ ഈ സ്ഥലത്ത് ഇരുട്ടാണ് കാണുന്നത്. വിദ്യാഭ്യാസമില്ലായ്മയുടെ പോരായ്മ ഇവിടെ കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഗുരുദേവൻ പ്രതിഷ്ഠ കഴിഞ്ഞ് ഉടനടി ആദ്യമായി പറഞ്ഞത് ഇതിന് ചുറ്റും സരസ്വതി ക്ഷേത്രമാണ് വേണ്ടതെന്നാണ്. അതിനുശേഷം ആ വർഷം തന്നെ ഇവിടെ ശ്രീനാരായണ ഗുപ്ത സമാജം എന്നൊരു അമ്പലത്തിൻ്റെ നടത്തിപ്പിനും ഈഴവ സമുദായത്തിൻ്റെ നന്മയ്ക്കും വേണ്ടി ശ്രീനാരായണ ഗുപ്ത സമാജം രൂപീകരിച്ചു. ആ വർഷം തന്നെ നമുക്ക് LP സ്കൂൾ ഇവിടെ സ്ഥാപിതമായി. അതിനുശേഷം 1957 അപ്പർ പ്രൈമറിയും 62 ഹൈസ്കൂളായി ഉയർന്നു. ഇപ്പോൾ നമുക്ക് സ്വന്തമായി ഇത് ഹയർ സെക്കൻഡറി ആയിട്ട് നമ്മുടെ സ്കൂളിനെ ഉയർത്തുകയും +2 ബാച്ച് ഇപ്പോൾ ഈ വർഷം നമുക്ക് ലഭിക്കുകയും ഉണ്ടായി. ദീപപ്രതിഷ്ഠ നടത്തുവാൻ ഗുരുദേവനെ കൊണ്ടുവന്നത് മാടമ്പത്ത് കുഞ്ഞാപ്പും CV കുഞ്ഞയ്യപ്പനുമായിരുന്നു. ദീപപ്രതിഷ്ഠ നടത്തിയതിന് ശേഷം CV കുഞ്ഞയ്യപ്പൻ്റെ മുഖത്ത് ഈ മ്ലാനത കണ്ട് ഗുരുദേവൻ ആരാഞ്ഞപ്പോൾ അപ്പോൾ മക്കളുണ്ടാവാത്ത ദുഃഖമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഗുരുദേവൻ ഒരു പഴമെടുത്ത് പൂജിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുകയും അതിനുശേഷം അടുത്ത വർഷം സുരേന്ദ്രൻ എന്ന മകൻ ജനിക്കുകയുമുണ്ടായി. ശ്രീനാരായണ ഗുപ്ത സമാജം, ഗുപ്തം എന്ന് പറഞ്ഞാൽ സംരക്ഷണം എന്നാണ്. ഗുരുദേവ ഭക്തരുടെ സംരക്ഷണ കേന്ദ്രമാണ് ഈ കാരമുക്കിലെ ശ്രീനാരായണ ഗുപ്ത സമാജം. ഈ ഗുപ്ത സമാജത്തിൽ മറ്റാർക്കും അംഗത്വം നൽകിയിട്ടില്ല. ഈഴവരല്ലാത്ത മറ്റാർക്കും അംഗത്വം നൽകിയിട്ടില്ല. ഈ ക്ഷേത്രം ഗുരുദേവൻ പ്രതിഷ്ഠിച്ചത് 1920-ലാണ്. അന്നു മുതൽ ഇവിടെ പൂജകർമാദികളും മറ്റെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. 1920 മെയ് മാസം 15-ാം തീയതിയാണ് ഗുരുദേവൻ കാരമുക്കിൽ വന്നത്. ഗുരുദേവനെ ആദ്യം കൊണ്ടുവന്ന് തന്നെ ഇവിടുത്തെ വ്യവസായ പ്രമുഖരും വലിയ തറവാട്ടുകാരുമായ പറത്താട്ടിൽ വീട്ടുകാരാണ് ഗുരുദേവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അവരുടെ കുടുംബക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്താൻ വേണ്ടിയിട്ടാണ് ഗുരുദേവനെ കൊണ്ടുവന്നത്. പക്ഷേ ഗുരുദേവൻ ആദ്യം വന്നിട്ട്
പറഞ്ഞ ഈ പറത്താട്ടിൽ തറവാട്ടുകാരോട് പറഞ്ഞത് ഈ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലം ഗുരുദേവൻ്റെ പേരിൽ ദാനമായിട്ട് അല്ലെങ്കിൽ പേരിൽ എഴുതി കൊടുക്കാനാണ് പറഞ്ഞത്. അങ്ങനെയാണ് അവർ ഗുരുദേവൻ്റെ പേരിൽ അതിൻ്റെ ആധാരം രജിസ്റ്റർ ചെയ്തിട്ട് പിന്നെ 2 മാസം കഴിഞ്ഞ് ഗുരുദേവൻ വന്നിട്ട് പ്രതിഷ്ഠിക്കാൻ വേണ്ടി അവർ ഒരുക്കി വെച്ചിരുന്ന വിഗ്രഹങ്ങളൊക്കെ മാറ്റിവെച്ച് 3 കവരമുള്ള ഒരു നിലവിളക്ക് കൊണ്ടുവന്ന് അതിൽ ഗുരുദേവൻ്റെ കൈകൊണ്ട് തന്നെ നെയ്യ് നിറച്ച് തിരിയിട്ട് ഗുരുദേവൻ്റെ തൃക്കൈ കൊണ്ട് തെളിയിച്ച ദീപമാണ് ഇവിടെയുള്ളത്. വെളിച്ചമുണ്ടാവട്ടെ 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 എന്ന് 3 പ്രാവശ്യം ഉരുവിട്ടുകൊണ്ടാണ് ഗുരുദേവൻ ഈ ദീപപ്രതിഷ്ഠ ഇവിടെ നടത്തിയത്. ഗുരുദേവായ നമഃ.